നമസ്തേ. നമ്മുടെ വേദശാസ്ത്രത്തിൻ്റെ ഗവേഷണത്തിന് ആമുഖ തുടർച്ചയാണ്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു എക്സിസ്റ്റൻസ് എവിഡൻസ് ഉണ്ട്. അതിൽ ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ഇതുവരെയുള്ളത്. അതിൽ ഞാനൊരു സസ്യാപ്പ് കണ്ടെത്തിയത് എന്താണ്, അതിൽ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എനിക്ക് എന്താണ് സ്കോപ്പ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് റിസർച്ചിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, നമുക്ക് ഇതിനെ മറികടന്നിട്ട് എന്തെങ്കിലും ഒരു സ്കോപ്പ് കൊടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ വിജയിച്ചാൽ മാത്രമാണ് ഞാൻ ഗവേഷകനാണ്, പക്ഷേ അന്വേഷകനാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഭാരതീയ വേദശാസ്ത്രമാണ്. ഭാരതീയ വേദശാസ്ത്രത്തിൻ്റെ പാക്കേജ്, അതിൻ്റെ അകത്തെ എല്ലാം ഉൾപ്പെട്ടതാണ് ഈ ഭാരതത്തിൽ നടക്കുന്ന സർവ്വ റിച്വൽസും ആചാരാനുഷ്ഠാനങ്ങളും ഭക്തിവിശ്വാസ പ്രമാണങ്ങളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇതാണ് എക്സിസ്റ്റൻസ് എവിഡൻസ് ആയിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റയും അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസും 12,000 വർഷങ്ങൾക്ക് മുമ്പേ തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ബുദ്ധൻ്റെയും ശങ്കരൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ, അതായത് അൾട്ടിമേറ്റ് ട്രൂത്തിനെ കുറിച്ചും ശങ്കരാചാര്യരുടെ ഈ പറയുന്ന ബോധമെന്ന സങ്കല്പം, അല്ലെങ്കിൽ ഞാൻ ബോധമാണെന്നുള്ള സങ്കല്പം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള സർവ്വതാ സത്യം എന്നുള്ള സത്യത്തെ അന്വേഷിച്ചുള്ള യാത്ര, ഇതൊക്കെയാണെങ്കിൽ തന്നെയും നമ്മുടെ കയ്യിലിരിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എന്താണ് ഗുണം? കുറേ ഗ്രന്ഥങ്ങളും കുറേ വിശദീകരണങ്ങളും അങ്ങനെ ഒരുപാട് സന്യാസിമാരുടെ ഈ പറയുന്ന ബ്രഹ്മസൂത്രമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടും ഭാരതീയ വേദശാസ്ത്രത്തിൽ എന്താണത്, എന്തെങ്കിലും ഉണ്ടോ? ഭാരതീയ വേദശാസ്ത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സ്കോപ്പ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുവരെയുള്ള സാധനം ഞാൻ അങ്ങനെ അടക്കി പെറുക്കി വെച്ചേക്കാണ്. 4 വേദങ്ങൾ, അതിൻ്റെ ഉപവേദമായിട്ടുള്ള ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം, 6 അംഗങ്ങൾ, ഉപനിഷത്ത്, ആരണ്യകം, ബ്രാഹ്മണം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആഗമ നിഗമാദികൾ, സാഖ്യ ഫിലോസഫി, വിശിഷ്ടാദ്വൈതം, കുറേ ഡെഫിനിഷൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ. എന്നിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വലിയൊരു തരം ഭാരതത്തിൻ്റെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഈ ഭൂപ്രദേശത്ത് നടക്കുന്ന വിവിധമായ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ചിന്തിക്കാം. എന്താണത്?